ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 5-ന് വോട്ടെണ്ണൽ ഫെബ്രുവരി 8-ന് നടക്കും. ഒറ്റഘട്ടമായാണ് ഇത്തവണ വിധിയെഴുത്ത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 17-നാണ്. 70 മണ്ഡലങ്ങളാണ് ജനവിധി എഴുതുന്നത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ഡൽഹിയിൽ ഫെബ്രുവരി മാസം 5-ന് 70-അംഗ നിയമസഭയിലേക്ക് ഒറ്റഘട്ടമായി ഇത്തവണയും പോളിംഗ് നടക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഈ മാസം 10-ാം തീയതി, അതായത് വെള്ളിയാഴ്ച മുതൽ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വെള്ളിയാഴ്ച പുറപ്പെടുവിക്കും. 17-ാം തീയതി വരെയാണ് സ്ഥാനാർത്ഥി പത്രിക, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയം. 18-ാം തീയതി ഇതിൻ്റെ സൂക്ഷ്മ പരിശോധന നടക്കും. ഫെബ്രുവരി 5-ന് വോട്ടെടുപ്പും 8-ാം തീയതി വോട്ടെണ്ണലും നടക്കുകയാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപനത്തിന് വളരെ മുൻപ് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയും മുഖ്യ പ്രതിപക്ഷമായ BJPയും തെരഞ്ഞെടുപ്പിന് സജ്ജമായി കഴിഞ്ഞിരുന്നു. BJP ഏതാണ്ട് 2 ദിവസങ്ങൾക്ക് മുൻപ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. 29 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ BJP പുറത്തിറക്കിയത്. ആം ആദ്മി പാർട്ടി അതിലും മുൻപ് തന്നെ 70 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടന്നിരുന്നു. BJPയെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ രാജ്യതലസ്ഥാനത്ത് വലിയ മുന്നേറ്റം നടത്താൻ കഴിയുന്നുണ്ട്. 2014-ലും 2019-ലും 24-ലും ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റിലും BJP ആണ് വിജയിച്ചത്. മറിച്ചൊരു ചോദ്യം ഉയരാത്ത രീതിയിൽ ഏകപക്ഷീയമായ വിജയം 7 ലോക്സഭാ സീറ്റുകളിൽ BJP വിജയിക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആ ഒരു മുൻതൂക്കം ലഭിക്കുന്നില്ല. 2016-ലും 15-ലും 20-ലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP പരാജയപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടി നേട്ടമുണ്ടാക്കുന്നു. അതിന് കൃത്യമായി തടയിട്ടുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നേടുന്ന ഐതിഹാസികമായ വിജയം അത് നിയമസഭയിൽ കൂടി ആവർത്തിച്ച് രാജ്യതലസ്ഥാനത്തിൻ്റെ ഭരണം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അരയും തലയും മുറുക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് BJP തുടക്കം കുറിച്ചിരിക്കുകയാണ്. മറുഭാഗത്ത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ച കുറ്റിച്ചൂൽ രാഷ്ട്രീയത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ ഡൽഹിയിലാണ്. നമുക്കറിയാം, ആദ്യം ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന പേരിൽ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൻ്റെ ചുവട് വെച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന ആ സംഘടനയെ ഒഴിവാക്കിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടിയായി അത് മാറുന്നതുമൊക്കെ. 2013-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് BJP ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. 31 സീറ്റുകൾ BJPക്ക് ആ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു. പക്ഷേ 28 സീറ്റ് നേടിയ ആം ആദ്മി പാർട്ടിയും 8 സീറ്റ് നേടിയ കോൺഗ്രസും അന്ന് BJPയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരുമിക്കുകയും അതിനുശേഷം കെജ്രിവാൾ അങ്ങനെ 2013-ൽ ആദ്യമായി മുഖ്യമന്ത്രിയായി. പിന്നീട് കോൺഗ്രസ് ആ ഒരു പിന്തുണ പിൻവലിച്ചതിനെ തുടർന്നാണ് 2015-ൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് രാജ്യതലസ്ഥാനം സാക്ഷിയായത്. അന്ന് ആം ആദ്മി പാർട്ടിക്ക് വലിയൊരു മുന്നേറ്റമുണ്ടായി. 70-അംഗ ഡൽഹി നിയമസഭയിൽ 67 സീറ്റുകൾ നേടിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി അന്ന് വിജയിച്ചത്. 2020-ലും അതേ വിജയം ആവർത്തിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞു. പക്ഷേ 15-ലെയും 20-ലെയും സാഹചര്യമല്ല 24-ലേക്ക് എത്തുമ്പോൾ. കാരണം ആം ആദ്മിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, സ്ഥാപകനായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളും രണ്ടാമനായ മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും ഉൾപ്പെടെയുള്ള പല നേതാക്കൾ വിവിധ കേസുകളിൽ ജയിലിലായി. പ്രത്യേകിച്ച് ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ അടുത്ത കാലത്ത് രൂപപ്പെടുകയും കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പിന്നീട് CBIയും കസ്റ്റഡിയിലെടുത്ത് ജയിലിലടച്ച സംഭവങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അതിനാൽ അത്തരം അഴിമതിയും അതോടൊപ്പം തന്നെ രാജ്യതലസ്ഥാനത്തെ മറ്റു പ്രശ്നങ്ങൾ, ശുദ്ധജലം ലഭിക്കാത്തത് മൂലമുണ്ടാകുന്ന എല്ലാ വർഷവും ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ, അതോടൊപ്പം തന്നെ 2021-ലെയും 22-ലെയും കൊറോണ വ്യാപന സമയത്ത് കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാക്കി വെച്ച അത്രത്തോളം പാളിയ ആരോഗ്യ സംവിധാനം. അപ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ആം ആദ്മി രാഷ്ട്രീയത്തിന് തിരിച്ചടിയാകും എന്ന വിലയിരുത്തലാണ് പൊതുവെ വരുന്നത്. ആ വിലയിരുത്തൽ മുൻനിർത്തിക്കൊണ്ട് തന്നെയുള്ള പ്രചരണം BJP മറുഭാഗത്ത് നടത്തുന്നുമുണ്ട്. അനിൽ നമ്പ്യാർ. ശക്തമായ പോരാട്ടത്തിന് ഇക്കുറി ഡൽഹി സാക്ഷ്യം വഹിക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഫെബ്രുവരി 5-ന്, വോട്ടെണ്ണൽ ഫെബ്രുവരി 8-ന് നടക്കും. ഒറ്റഘട്ടമായാണ് ഇത്തവണ വിധിയെഴുത്ത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 17-നാണ്. 70 മണ്ഡലങ്ങളാണ് ജനവിധി എഴുതുന്നത്. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.